ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്ന് ഇന്ന് സ്വർണം കണ്ടുപിടിച്ചു. പോറ്റിയുടെ ബംഗളൂരുവിലെ വീട്ടിൽ പരിശോധന നടക്കുകയാണ് ഇപ്പോഴും. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സംഘം ചെന്നൈയിലെ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ച് നടത്തുന്ന തെളിവെടുപ്പ് ഇന്ന് 3-ാം മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഈ അമ്പത്തൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പോറ്റിയുമായി തെളിവെടുപ്പ് നടത്തുകയാണ്. കൂടെ ഇരുത്തി ചോദ്യം ചെയ്തു. ഇപ്പോൾ അവസാനം ഈ പറയുന്ന കുറ്റം നടന്നു എന്ന് വിശ്വസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുകയാണ്. ചെന്നൈയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പോയിരിക്കുന്നത്. ഒരുപക്ഷെ പോറ്റിയുടെ ജീവിതം ഇങ്ങനെ മാറി മറിയും എന്ന് അദ്ദേഹം മനസ്സിലാക്കി കാണില്ല. തമിഴ്നാട്ടിലെ അമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഇതിൻ്റെ സംഭവം ഉരുക്കി മാറ്റിക്കഴിഞ്ഞാൽ ആരും അറിയില്ല എന്ന് കരുതിയെങ്കിൽ പോറ്റിക്ക് ജീവിതത്തിൽ തെറ്റി. പോറ്റിയെ പോലെ അപരാധം ചെയ്യുന്ന ആളുകൾക്കെല്ലാം മാതൃകയാണ് പോറ്റിയുടെ ഈ വല്ലാത്ത തകർച്ച എന്ന് വേണമെങ്കിൽ പറയാം. ശബരിമല അയ്യപ്പൻ്റെ പൊന്ന്, ഒരു തരി പൊന്ന് പോലും നഷ്ടപ്പെടുത്തില്ല എന്ന് ദേവസ്വം ബോർഡ് പറയുമ്പോഴും കിലോ കണക്കിന് സ്വർണം അടിച്ചുകൊണ്ടുപോയ കഥയാണ് ഈ സ്വർണ്ണപ്പാളി ഇടപാടുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഈ അന്വേഷണം വളരെ തകൃതിയായിട്ട് നടക്കുകയാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ വിശ്വാസമുണ്ട് ഈ അന്വേഷണത്തിൽ. വളരെ ദുരിതമായി വളരെ വേഗത്തിൽ അന്വേഷണം നടക്കുന്നു. ചെന്നൈയിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചെന്നൈയിലെ അമ്പത്തൂരിൽ ഈ സ്വർണ്ണം ഉരുക്കി മാറ്റിയെന്ന് വിശ്വസിക്കുന്ന അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നടന്ന അന്വേഷണത്തിൻ്റെ ദൃശ്യമാണ്. ഇപ്പോൾ അവിടെ നിന്ന് മുഹമ്മദ് റഹീസ് അമ്പത്തൂരിൽ നിന്ന് ചേരുകയാണ്. റഹീസെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ്സ് അവിടെ നിന്ന് എന്താണ്? ഇറങ്ങുമ്പോൾ അതിൽ ഈ ഞാനും നോക്കുന്നു. ഇപ്പോൾ അമ്പത്തൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ 3-ാം മണിക്കൂർ അധികമായി നടത്തുന്ന അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസ് നടത്തുന്ന പരിശോധന 3-ാം മണിക്കൂറിലേക്ക് കടന്നുവെന്നാണ് അവിടെ നിന്നും ചെന്നൈയിൽ നിന്നും നമ്മുടെ പ്രതിനിധി റഹീസ് അറിയിക്കുന്നത്. എന്തായാലും പോറ്റിക്ക് ഇനി ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല. എല്ലാം കൃത്യം പറഞ്ഞേ പറ്റൂ. ആ രീതിയിലുള്ള ഇവരെല്ലാം പിടിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കുടുങ്ങിക്കഴിഞ്ഞു, കോട്ട് റെഡ് ഹാൻഡഡ് എന്നൊക്കെ ആലങ്കാരികമായി പറയില്ലേ, അതുപോലെയാണ്. അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂരിലെ ഫ്ളാറ്റിൽ നിന്ന് സ്വർണം കണ്ടെത്തി എന്നുള്ള വാർത്തയും കൂടി വരികയാണ്. 150 ഗ്രാം സ്വർണ്ണമാണ് അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ 150 ഗ്രാം സ്വർണം ഇതിൻ്റെ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമാണോ എന്നറിയില്ല. എന്തായാലും പോറ്റിയുടെ ഫ്ളാറ്റിലും അപ്പാർട്ട്മെൻറ്റിലും പരിശോധന നടന്നു. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലും SITയുടെ പരിശോധന നടക്കുകയാണ്. വളരെ വേഗത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്നുള്ള കാര്യം പറയാം. ഇപ്പോൾ അമ്പത്തൂർ സ്മാർട്ട് ക്രിയേഷൻ്റെ മുന്നിൽ നിന്ന് മുഹമ്മദ് റഹീസ് വീണ്ടും ചേരുന്നു. റഹീസ്, പറയൂ വിശദാംശങ്ങൾ, അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഈ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും പരിശോധന ആരംഭിച്ച് 3 മണിക്കൂർ പിന്നിടുമ്പോൾ ഒരു സംഘം, പോലീസിന്റെ ഒരു സംഘം ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ആ വാഹനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലാണ് ഈ SIT ഇവിടേക്ക് എത്തിയത്. അപ്പോൾ അവിടെ നിന്ന് മറ്റൊരു വാഹനത്തിൽ എത്തിയ പോലീസ് സംഘം അവർ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഈ ടെമ്പോ ട്രാവലർ പോലുള്ള വാഹനത്തിൽ എത്തിയ ആ സംഘം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും SP-യുടെ വാഹനം ഇതിനുള്ളിൽ തന്നെയാണ് കിടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ SP-യുടെ വാഹനം ഉള്ളിലുണ്ട്, മറിച്ച് ഈ സംഘം ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. നിലവിൽ പരിശോധന നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ SP-യും ഒപ്പം തന്നെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരിയും നിലവിൽ ഈ സ്മാർട്ട് ഉള്ളിലുണ്ട്. നിലവിൽ ആ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വർണം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയും ഉള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില രേഖകൾ കണ്ടെടുക്കാനുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ സമീപിച്ചത് മുതൽ ഇങ്ങോട്ടുള്ള 2019-ലെയും 2025-ലെയും രേഖകൾ പലതും കണ്ടെത്താനുണ്ട്. ആ രേഖകൾ കണ്ടെടുക്കുക. അതിനപ്പുറത്തേക്ക് ചില സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള ചില കണ്ടെത്തലുകൾ കൂടി ആവശ്യമുണ്ട്. കാരണം ഈ ആദ്യം 2019 ഇവിടെ ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്തിച്ച സ്വർണ്ണപ്പാളിയിൽ നിന്നും സ്വർണം
ഒരുക്കിയെടുത്ത് സ്മാർട്ട് ക്രിയേഷൻസ് ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഏൽപ്പിച്ചതെന്നാണ് നിലവിൽ SITയുടെ അനുമാനം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നും കണ്ടെത്താനുണ്ട്. മാത്രമല്ല സ്മാർട്ട് ക്രിയേഷൻസ് ഏതാണ്ട് 109 ഗ്രാം സ്വർണ്ണമാണ് ഇതിന് പണിക്കൂലിയായി വാങ്ങിയത് എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. അപ്പോൾ ആ സ്വർണ്ണമടക്കം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതല്ല ഇനി ഏതെങ്കിലും കൂടുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവർക്ക് എന്തെങ്കിലും അധികം സഹായം നൽകിയിട്ടുണ്ടോ, സ്മാർട്ട് ക്രിയേഷൻസ് തിരിച്ച് ഏതെങ്കിലും തരത്തിൽ സഹായം നൽകിയിട്ടുണ്ടോ, ഈ 2019 തന്നെ ഈ ഇത്തരത്തിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത പാളികളിൽ പിന്നെ എങ്ങനെയാണ് 2025 ആകുമ്പോഴേക്കും ഒരു വലിയ ഒരു ഡിപ്ലീഷൻ ഉണ്ടാകുന്നു, ഒരു മോശം സ്ഥിതി ഉണ്ടാവുകയും അത് പിന്നെയും പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത സാഹചര്യം എന്താണ്, അതിനുള്ളിൽ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നു, ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെ SIT സംഘം അന്വേഷിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് അവർ ഇവിടേക്ക് എത്തിയിരുന്നു. ഇവിടേക്ക് എത്തി 3 ദിവസം ഏതാണ്ട് 55 മണിക്കൂറോളം ഇവിടെ അകത്ത് പരിശോധന നടത്തി സിഇഒയുമായും വൈസ് പ്രസിഡന്റുമായും ഒക്കെ സംസാരിച്ച് അതിനുശേഷം ചില രേഖകളൊക്കെ കണ്ടെടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ SIT സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വൈകിട്ട് 5:15 സ്മാർട്ട് ക്രിയേഷൻസിലെ ഈ ഒരു ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അമ്പത്തൂരിൽ നിലവിൽ SIT സംഘമുണ്ട്. അതിൽ കുറച്ച് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോയിട്ടുണ്ട്. അതിന്റെ കൃത്യമായി അവർ എന്തിനാണ് പുറത്തു പോയതെന്നുള്ള വിവരം ലഭ്യമല്ല. പക്ഷേ നിലവിൽ SP അടക്കമുള്ളവർ ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. ചോദ്യം ചെയ്യലും ഒപ്പം തന്നെ ഈ തെളിവെടുപ്പ് നടപടികളൊക്കെയും ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർണം കണ്ടെത്തിയതിനൊക്കെ ശേഷം മാത്രമാകും ഈ സംഘം ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുക എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. നേരത്തെ പുറത്തുണ്ടായിരുന്ന വാഹനങ്ങളെല്ലാം പിന്നീട് അകത്തേക്ക് കൊണ്ടുപോയി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വൈദ്യ പരിശോധനയ്ക്കായിട്ടാണ് നിലവിൽ അമ്പത്തൂർ റോട്ടറി ക്ലബ്ബ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നാണ് നിലവിൽ അറിയുന്നത്. നമ്മൾ ഈ അമ്പത്തൂരിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ റോട്ടറി ക്ലബ്ബ് ആശുപത്രി ഉള്ളത്. തൊട്ടടുത്ത റോഡിൽ തന്നെയാണ്. അവിടേക്കാണ് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയിരിക്കുന്നത്. എല്ലാ ദിവസവും വൈദ്യ പരിശോധന നടത്തണമെന്ന് അടക്കമുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായി റോട്ടറി ആശുപത്രിയിലേക്ക് നിലവിൽ കൊണ്ടുപോയി എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നു. എന്നിട്ട് ആ സംഘം ഇവിടേക്ക് തന്നെ തിരികെ വരാനാണ് സാധ്യത. അതുകൊണ്ടാണ് SP അടക്കമുള്ളവർ ഇവിടെ തന്നെ തുടർന്നത്. നിലവിൽ സിഇഒയും SP-യും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഈ കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ ഇവർ തമ്മിൽ ആണ് ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്യലും മറ്റ് തെളിവെടുപ്പ് നടപടിക്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സംഘം പുറത്തുപോയി. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നുകൂടി ഇതിന് ഉള്ളിലേക്ക് ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഉള്ളിലേക്ക് കൊണ്ടുപോകും. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കീ പോയിന്റ് ആണ്. ഈ പോയിന്റ് വെച്ചാണ് പലതരത്തിലുള്ള ക്രമക്കേടുകൾക്കും തുടക്കമിടുന്നത്. വലിയ പദ്ധതികളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി നെയ്യുമ്പോൾ അതിന്റെ ഒപ്പമാണോ സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ടായിരുന്നത് എന്നുള്ള ചിന്തയാണ്, എന്നുള്ളൊരു ആ ഒരു രീതിയിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യഘട്ടത്തിൽ സ്മാർട്ട് ക്രിയേഷൻസ് 24-നോട് നടത്തിയ പ്രതികരണം, അത് ആദ്യം വന്ന അവരുടെ പ്രതികരണം ഒരു തരത്തിലും ഈ സ്വർണ്ണക്കൊള്ളയുമായി തങ്ങൾക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.